ബ്ലെസ്ഡ് മെഗാ ബൈബിൾ ക്വിസ് 2026 എപ്പിസോഡ് 15 ആൻസർ റിവീലിംഗ് വീഡിയോ ആണ്. അപ്പോൾ ഇന്നലെ ഞാൻ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, 5 ചോദ്യങ്ങൾ. അതിന്റെ ഉത്തരങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് അയച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. എനിവേ ഞാൻ ആൻസേഴ്സ് റിവീൽ ചെയ്യാൻ പോവാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, അതികഠിനമായത് എന്തൊക്കെ എന്നുള്ളതായിരുന്നു. അതിന്റെ ഉത്തരങ്ങൾ ഇതൊക്കെയാണ്: വ്യാധി, കൽമഴ, കൽമഴയോട് കൂടെ ഇടവിടാതെ ഇറങ്ങുന്ന തീ. ഓക്കെ, ആൻസേഴ്സ് ഒന്നുകൂടെ പറയാം. വ്യാധി, കൽമഴ, കൽമഴയോട് കൂടെ വിടാതെ ഇറങ്ങുന്ന തീ. ഓക്കെ, പുറപ്പാട് 9-ാം അധ്യായം അതിന്റെ 3, 18, 24 വാക്യങ്ങളിലാണ് നമുക്ക് ഈ ഉത്തരം കാണാൻ പറ്റുന്നത്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം ഇതാണ്, മത്തായി 15-ാം അധ്യായത്തിൽ കാണുന്ന ഒരു കൽപ്പന എന്ത് എന്നുള്ളതായിരുന്നു. ആൻസർ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നുള്ളതാണ്. മത്തായി 15:4 നമുക്ക് ഈ ഉത്തരം കാണാൻ പറ്റും. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഒരു ഉഭയജീവി ഏത്? പാഠഭാഗത്ത് എത്ര പ്രാവശ്യം രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതായിരുന്നു അതിന്റെ ക്വസ്റ്റ്യൻ. അതിന്റെ ഉത്തരം ഇതാണ്, തവള. ഓക്കെ, 11 പ്രാവശ്യമാണ് തവള എന്നുള്ളത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പുറപ്പാട് 8-ന്റെ 2, 3, 4, 5, 6 വാക്യങ്ങളിലുണ്ട്. അതുപോലെ തന്നെ പുറപ്പാട് 8-ന്റെ തന്നെ 7, 8, 9, 11, 12, 13, അതായത് കണ്ടിന്യൂസ് ആയിട്ട് 2, 3, 4, 5, 6, 7, 8, 9, 11, 12, 13 എന്നുള്ള വാക്യങ്ങളിലൊക്കെ നമുക്കിത് കാണാൻ പറ്റും. അങ്ങനെ 11 പ്രാവശ്യമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. നാലാമത്തെ ചോദ്യം ഇതാണ്, നാശം ഭവിച്ച 2 സസ്യങ്ങൾ ഏവ? നാശം ഭവിക്കാത്ത 2 സസ്യങ്ങൾ ഏവ എന്നുള്ളതായിരുന്നു. അതില് ചണം, യവം അത് നശിച്ചു പോയതും ഗോതമ്പ്, ചോളം നശിച്ചിട്ടില്ല എന്നുള്ളതുമാണ്. പുറപ്പാട് 9-ന്റെ 31-ഉം 32-ലുമാണ് നമുക്ക് ഈ ഉത്തരം കാണാൻ പറ്റുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഉത്തരം പറയുന്നതിൽ കൺഫ്യൂഷൻ ഇല്ലാന്ന് ഞാൻ കരുതുന്നു. അടുത്ത 5-ാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ചെറുമക്കൾ എന്നതിന് പറഞ്ഞിരിക്കുന്ന മറ്റൊരു പദം എന്നുള്ളതായിരുന്നു ചോദ്യം. അതിന്റെ ഉത്തരം പൗത്രന്മാർ എന്നുള്ളതാണ്, അതായത് മക്കളുടെ മക്കൾ എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. പുറപ്പാട് 10-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യത്തിലാണ് ഈ ഉത്തരം കാണാൻ പറ്റുന്നത്. ഓക്കെ, പൗത്രന്മാർ. അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഒന്നും ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത പോർഷൻ എന്ന് പറയുന്നത് പുറപ്പാട് 11 മുതൽ 14 വരെയും മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിൽ നിന്നുമായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അതിനുവേണ്ടി വായിച്ച് റെഡി ആയിട്ടിരുന്നോളൂ. ചോദ്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. Till then, it's me Angel signing off. Bye. Take care.